ഇന്നും ഇന്നലെയുമായി ലോകം ചെറിയ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ കണ്ണീരുണങ്ങാതെ കഴിയുകയാണ് ഹരിയാനയിലെ കൈലി ഗ്രാമത്തിൽ ഒരു വീട്. മുസ്ലിം ആയതിന്റെ പേരിൽ ട്രെയിനിൽ ഹിന്ദുത്വവാദികൾ മർദ്ദിച്ചു കൊലപ്പെടുത്തിയ ജുനൈദിന്റെ വീട്ടിലെ കാഴ്ചകളും കഥകളും നമ്മളെ കണ്ണീരണിയിക്കും. എനിക്ക് പിറകിൽ ഈ കാണുന്നതാണ് ജുനൈദിന്റെ വീട്. ലോകം മുഴുവൻ പെരുന്നാൾ സന്തോഷത്തിൽ അമരുമ്പോൾ ഈ വീട്ടിൽ നെഞ്ചുപൊട്ടി ഒരു മാതാവ് തേങ്ങിക്കരയുകയാണ്. കൊല്ലപ്പെടുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് 17-കാരനായ ജുനൈദ് ഖുർആൻ മനഃപ്പാഠമാക്കിയത്. മകന്റെ നേട്ടം പെരുന്നാൾ സുദിനത്തിൽ ബന്ധുക്കളോടൊത്ത് ആഘോഷിക്കാമെന്ന് സ്വപ്നം കണ്ടു കഴിഞ്ഞിരുന്ന ഒരു മാതാവിന്റെ അവസ്ഥയാണിത്. പെരുന്നാളിനായി വസ്ത്രങ്ങളും മറ്റും വാങ്ങാൻ വ്യാഴാഴ്ച ഡൽഹിക്ക് പോയ ജുനൈദും സഹോദരന്മാരായ ഹാഷിമും ഷാക്കിറും ഡൽഹിയിൽ നിന്നുള്ള മടക്കയാത്രയിലായിരുന്നു അക്രമം നേരിട്ടത്. ട്രെയിൻ വല്ലഭ്ഗഡിലെത്തിയപ്പോഴേക്ക് ജുനൈദ് മരിച്ചു. ശരീരം നിറയെ മുറിപ്പാടുകളുമായി ഒന്നും മിണ്ടാൻ പോലുമാകാതെ ഈ കിടക്കുന്നത് സഹോദരൻ ഹാഷിം. ഗുരുതരമായി പരിക്കേറ്റ ഷാക്കിർ ആശുപത്രിയിൽ ICUവിലാണ്. उनके सर से टोपी उतार के फेंक दी, उन्हें पाकिस्तानी कहा, उन्होंने कहा तुम देशद्रोही हो, तुम हिंदुस्तान से चले जाओ, तुम गाय का गोश्त खाते हो, तुम्हारे दिमाग में भूसा भरा हुआ है। और बहुत बुरी तरह से बदतमीज़ से गाली देने लगे, कुर्ते को उतारने लगे, कहने लगे तुम मुल्ले हो, उनकी दाढ़ी तक को पकड़ने की कोशिश की. ജുനൈദ് ദാരുണമായി കൊല്ലപ്പെട്ട പശ്ചാത്തലത്തിൽ പെരുന്നാൾ ആഘോഷം പൂർണ്ണമായും ഒഴിവാക്കിയിരിക്കുകയാണ് ഈ ഗ്രാമവാസികൾ. കൊല്ലപ്പെട്ട ജുനൈദിന്റെ വസതിയിൽ നിന്നും ക്യാമറ പേഴ്സൺ PM ഷാഫിക്കൊപ്പം TK റാഷിദ്, മീഡിയ 1.